അങ്ങനെ നിന്റെ ഇഷ്ടം മാത്രം നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ പറ്റില്ല. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കണക്കുണ്ട്. അത് നോക്കിയാ അശി ഇവിടെ ഓരോരുത്തർ ചെലവാക്കുന്നത്. അതെ, ഇപ്പോഴും പൂർണിമ അനുസരിച്ച് ഞാനും മഹിയേട്ടനും വരെ ഇവിടെ ജീവിക്കുന്നത് അറിയോ? നിങ്ങൾ ഇത്രയും പറയാനും മാത്രം ഞാൻ എന്ത് പാതകോ ചെയ്തേ? 1.5 ലക്ഷം രൂപ ചെലവാക്കി. അത് ഞാൻ എന്റെ വീട്ടിലൊന്നുമല്ലല്ലോ കൊണ്ടു കൊടുത്തേ. ഈ വീട്ടിലുള്ളവർക്ക് തന്നെയല്ലേ ഗിഫ്റ്റ് വാങ്ങിച്ചത്. അശി വേണ്ട, നിർത്ത്. നീ ആരടി എന്നോട് നിർത്താൻ പറയാൻ? ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്നെ ഉപദേശിക്കാൻ നീ വരരുത്. വിട്ടുകള പൂർണിമ. ഇവിടുത്തെ രീതികൾ അറിയാത്തതുകൊണ്ട് അശ്വതിക്കൊരു തെറ്റുപറ്റിപ്പോയതല്ലേ? അതെ അതെ, ഒരു തവണത്തേക്ക് ക്ഷമിച്ചേക്കുന്നേ. ഞാൻ ആരുടെ അഭിപ്രായം ചോദിച്ചില്ല. അഷിത ചെയ്തത് തെറ്റ് തന്നെയാണ്. പെട്ടെന്ന് ഇത്രയും കാശും സൗകര്യവും കണ്ടപ്പോ അത് അളവറിയാതെ ചെലവാക്കിയതാ. ഓ, അപ്പൊ അതായിരുന്നല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? ഞാൻ ഇപ്പോഴാണല്ലോ ഇത്രയും പണവും സൗകര്യമൊക്കെ കാണുന്നേ. നിങ്ങൾ കാശുകാരും, ഞാൻ ഒന്നും ഇല്ലാത്തവളാന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നേ. അഷി, നീ വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഇപ്പോഴെനിക്ക് നിങ്ങളെയൊക്കെ ശരിക്കും മനസ്സിലായത്. അഷിതേ, മോൾ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? പൂർണിമ അങ്ങനെയൊന്നും ഓർത്ത് പറഞ്ഞതല്ല. നമ്മുടെ വീട്ടിൽ ആരും ഇങ്ങനെ പണം ചെലവാക്കാറില്ല. അതുകൊണ്ട് ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കാനാ പൂർണിമ പറഞ്ഞു തന്നത്. ആരും എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. ഞാൻ അത്രയ്ക്ക് കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. അഷിതേ, നിർത്ത്. നീ ചെയ്യുന്നതിനെല്ലാം നിസ്സാരമായി അങ്ങനെ വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല. നീ ഓവറാക്കാതെ. ഈ വീടിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അത് നീയും പാലിച്ചേ പറ്റൂ. എനിക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റില്ല. ഒന്ന് ഓർത്തോ, ഞാനേ നിങ്ങളുടെ അടിമയൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ ക്യാഷ് എടുത്ത് ചെലവാക്കിയതല്ലേ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ എടുത്ത പണം നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരും. അഷി, ഇതെന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? പറഞ്ഞ എന്താണെന്ന് നീയും കേട്ടതല്ലേ? എന്നെ അപമാനിച്ചവരുടെ പണം ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും. ചേച്ചി, അയ്യോ, ഇനി എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് ആർക്കറിയാം. അല്ല, ഏട്ടൻ കഴിക്കുന്നു.